എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം നിങ്ങളെല്ലാം കെമിസ്ട്രിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞു അല്ലേ? അതില് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പറയാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മള് വീഡിയോയിൽ കണ്ട ചാപ്റ്ററിന്റെ പേരൊന്ന് പറയാമോ? ആദ്യത്തെ ചാപ്റ്റർ ഗുഡ് ശ്രീധന്യ, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അല്ല, നമ്മൾ ആദ്യം എന്താ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഞാൻ അന്നൊരു തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളെല്ലാം സയൻസ് ആണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോ സയൻസിന്റെ ഡെഫിനിഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആർക്ക് പറയാൻ പറ്റും സയൻസിന്റെ ഡെഫിനിഷൻ? Yes, to know about our universe or to know about our surroundings. ആണോ? ഇനി ആ സയൻസ് എന്നുള്ള വേർഡ് എവിടെന്നാ, ഏത് ടേമിന്നാ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? പറയാമോ ആർക്കെങ്കിലും? ആ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ ആദിത്യൻ, പറയാമോ എന്താണ്, ഏത് വേർഡിൽ നിന്നാണ് സയൻസ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? സയൻഷ്യ. അത് ഏത് വേർഡാണ്? ലാറ്റിൻ ആണോ ഗ്രീക്ക് ആണോ? obtaining from Latin word അല്ലേ? സയൻഷ്യ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് സയൻസ് എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്റെ ഒരു കുഞ്ഞു ചോദ്യം, ഈ സയൻഷ്യ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താ? യെസ് ദേവി പറഞ്ഞോ. To know about what? എന്തിനെ പറ്റി അറിയാനാ സയൻസില്? To our universe. ഓക്കെ, പിന്നെ നമ്മൾ എന്താ അതിനകത്ത് പറഞ്ഞ വീഡിയോയില് ഒന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? എന്താ ഉറക്കെ? മാറ്റർ. എന്താ മാറ്റർ? പറയൂ ഭദ്ര ദേവി, എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാല്? That occupies space and has mass. Bhadra, you are right, exactly correct. പക്ഷേ അതിന്റെ മീനിങ് എന്താ? ഏതൊരു വസ്തുവിനും മാസ് ഉണ്ടോ അതിനെ ഇരിക്കാനായിട്ട് സ്പേസ് വേണോ, അതിനെ നമുക്ക് മാറ്റർ എന്ന് പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്ത് ചോദിക്കട്ടെ, ഈ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ നമ്മളൊരു പേര് വിളിക്കുമല്ലോ, എന്തെന്ന് വിളിക്കും അതിനെ? ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം എന്താ വിളിക്കാനെ? വെരി ഗുഡ്. അപ്പോ പറഞ്ഞ കാര്യമാണ് വോളിയം. അപ്പൊ നമുക്ക് മാറ്ററിനെ ഇങ്ങനെ പറഞ്ഞൂടെ? എനിത്തിങ് which has a volume and a mass, that is called a matter. Am I right? Yes, please reply. Okay, now എങ്കിൽ എന്റെ ഒരു കുഞ്ഞു ചോദ്യം, ഞാൻ ചോദ്യത്തിലൂടെ വരുന്നത്, ദേഷ്യം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നതാണ് ദേഷ്യം അല്ലെ? അത് മാറ്റർ ആണോ? എന്തുകൊണ്ടല്ല ഹരിനന്ദൻ? അതിന് വോളിയം വേണ്ടെന്നാണോ വോളിയം ഇല്ലെന്നാണോ? സ്പേസ് വേണ്ട. പിന്നെ ഇത് എവിടെ ഉണ്ടാവുന്നേ? ഇതെവിടെ ഇരിക്കുന്നേ? സ്പേസ് വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ എവിടെയാ? എനിക്ക് അത്രേ പറയാനുള്ളൂ. അതൊരു ഫീലിംഗ് ആണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പറഞ്ഞു. വെരി ഗുഡ്. അതൊരു ഫീലിംഗ് ആണ്. അപ്പൊ അതിനെന്തില്ല? മാസും ഇല്ല, വോളിയം ഇല്ല. എസ് ഭദ്ര. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, നമുക്ക് ചുറ്റുമുള്ള എയർ, AIR, എയർ, വായു, അത് മാറ്റർ ആണോ? അത് എവിടെ ഇരിക്കുക? അറ്റ്മോസ്ഫിയർ ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. ശരി, അതിന് വെയിറ്റ് ഉണ്ടോ? ഭാരമുണ്ടോ? പറയൂ ഭദ്ര, പറയൂ, ഭാരമുണ്ടോ? അങ്ങനെ പറയരുത്. യെസ് ഓർണോ, ഉണ്ടോ ഇല്ലയോ? എനിക്ക് എത്ര കിലോയ്ക്കാ ചുമന്നോണ്ടിരിക്കുന്നേ? സുഹൃത്തെ, ആ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ഹെവിയാണ്. നമ്മൾ ഈ റോഡൊക്കെ ടാർ ചെയ്യുന്ന റോഡ് റോളർ കണ്ടിട്ടില്ലേ?
കണ്ടിട്ടില്ലേ? റോഡ് ഉരുട്ടാൻ, റോഡ് പ്ലെയിൻ ആക്കാൻ കണ്ടിട്ടില്ലേ? അതിന്റെ 2 ടയറിന്റെ വെയിറ്റ് ഉണ്ട്. എന്നിട്ട് എന്താ നമ്മള് പിന്നെ പേസ്റ്റ് ആവാത്തെ? ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, എല്ലാരും ഒളിച്ചു കളിക്കാണോ? ഭദ്ര ഓടിവാ. പറഞ്ഞോ, എന്തുവാ? നേരത്തെ നല്ല ശക്തമായി പറഞ്ഞാണല്ലോ, ഇപ്പൊ എന്ത് പറ്റി? പെട്ടെന്ന് പറഞ്ഞോ. വെരി ഗുഡ്. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ ബോഡിയിൽ ഒരു പ്രഷർ ഉണ്ട്, അറ്റ്മോസ്ഫിയർ വെയിറ്റ് എന്ന് പറയാം, എയറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രഷർ ആണ്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. സോ ആക്ച്വലി നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. എയറിന് മാസും ഉണ്ട്, മീൻസ് എയറിന് വെയിറ്റും ഉണ്ട്, അതിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും വേണം. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം എയർ എന്ന് പറയുന്ന സാധനം തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരു മാറ്റർ തന്നെയാണ്. ഇത് നിങ്ങൾ 5ാം ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 ബലൂൺ എടുത്ത് 2 ബലൂണകത്തും എയർ നിറച്ചിട്ട് ഒരു സ്റ്റിക്കിന്റെ 2 എൻഡിലും കെട്ടിയിട്ട് അതിന്റെ മിഡിൽ പാർട്ട് നിങ്ങൾ ഒരു ചുമരിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരുന്നാൽ അത് ലെവലായി നിൽക്കും. എന്നിട്ട് നിങ്ങൾ ഒരു ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്റ്റിക്കിന് എന്ത് സംഭവിക്കും? പറഞ്ഞോടെ, എന്ത് സംഭവിക്കും ആ സ്റ്റിക്കിന്? ആദിത്യൻ കേട്ടിട്ടുണ്ടോ ഈ ആക്ടിവിറ്റി നിങ്ങൾ? ആ ബാലൻസ് പോകും. എന്തുകൊണ്ടാ ബാലൻസ് പോകുന്നേ? ഈ ഒരു സൈഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 ബലൂൺ അല്ലയോ, പിന്നെ 2നും ഒരേ വെയിറ്റ് അല്ലേ വരേണ്ടത്? യെസ്, എയർ നിറച്ചിടത്തേക്ക് താരും, എയർ പോയ ബലൂൺ അവിടെ മുകളിലേക്ക് പോകും. അങ്ങനെയാണ് ബാലൻസ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എയറിന് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്, മാസ് ഉണ്ട്. ഓക്കെ, ഗുഡ്. അപ്പോ എയർ എന്ന് പറയുന്നത് മാറ്റർ ആണോ അല്ലയോ? ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മാറ്റർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ? കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കണികകളെയാണ് നിങ്ങൾ ആറ്റംസ് എന്നോ മോളിക്യൂൾ എന്നോ അല്ലെങ്കിൽ അയോൺസ് എന്നൊക്കെ വിളിക്കുന്നത്. യെസ് ഓർ നോ? യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന മാറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഹെവിയർ ആണ്. പക്ഷെ അത് നിർമ്മിച്ചിരിക്കുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അത്രയും എന്താണ്? ലാർജർ ആണോ, ബിഗർ ആണോ, സ്മോളർ ആണോ? ഭദ്ര പറഞ്ഞു കേട്ടോ, ഞാൻ നേരത്തെ ചുമ്മാ തമാശക്ക് പറഞ്ഞ കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് സംസാരിച്ചാലേ എനിക്കൊരു ഇത് വരുള്ളൂ കേട്ടോ. പറഞ്ഞു ഭദ്ര, ഈ മാറ്റർ, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ഹെവിയർ ആണ്. പക്ഷെ അത് നിർമ്മിച്ചിരിക്കുന്ന പാർട്ടിക്കിളോ, കണികയോ എങ്ങനെ ഇരിക്കും? വലുതാണോ ചെറുതാണോ? വളരെ ചെറുത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല എന്നുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ശരിയല്ലേ? മാറ്ററിനെ എത്ര ആയിട്ടാ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരുന്നത് നമ്മള്? 2. Which are they? ഏതൊക്കെയാ? Which are pure substance and mixtures. ആണോ? ഈ പ്യുവർ എന്ന് പറഞ്ഞാൽ ശുദ്ധ പദാർത്ഥം എന്നാ. അപ്പൊ നമ്മളെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ശുദ്ധത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറയുന്ന പോലെ മായം ചേരാത്തത് എന്നാണ്. ശരിയല്ലേ? ആണോ അല്ലയോ? പക്ഷേ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ പ്യുവർ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് a substance which is made up of same kind of atoms or molecules. അതായത് ഒരേ തരം ആറ്റങ്ങൾ അല്ലെങ്കിൽ ഒരേ തരം തന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മിൽക്ക്, അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ? മിൽക്ക് ഒരു മിക്സ്ചർ ആണ്. പക്ഷെ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ പറയില്ല, അയ്യോ ശുദ്ധമായ പാല്. ഇപ്പൊ പരസ്യത്തിലേ കാണിക്കുന്നുണ്ട് ശുദ്ധമായ പാല്. അപ്പൊ ആ ശുദ്ധതയും ഇവിടത്തെ പ്യൂറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ?
യെസ് വെരി ഗുഡ്. മായ ഒന്നും ചേരാത്തത്. പക്ഷേ ഇൻ സയന്റിഫിക് വേ വി ക്യാൻ സേ മിൽക്ക് ഈസ് നോട്ട് എ പ്യൂർ സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് എ മിക്സ്ചർ. ആം ഐ റൈറ്റ്? Yes. Then what is a mixture? Can you define it? Can you define it? Mixtures are made up different types of molecules. Yeah, mixtures are substances which contain more than one type of molecules or atoms. Or we can say, കേൾക്കാലോ? കേൾക്കാം, കാണാം, ശരി. റിപ്ലൈ തരാമോ? ഒന്ന് കാണാമോ, കേൾക്കാമോ കൃത്യമായിട്ട്? പ്ലീസ് റിപ്ലൈ മീ. കാണാല്ലേ? ഓക്കെ ആദിത്യ, ഡൺ. ഇപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഓർക്കുക. ഇപ്പൊ മിൽക്ക് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അതൊരു മിക്സ്ചർ ആണ്. അപ്പൊ മിക്സ്ചറുടെ ഡെഫിനേഷൻ ഭദ്ര പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇനി നമ്മൾ ഈ പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് എന്ന് പറയാമോ അമൃത? Elements and compounds. Why elements are pure substances? Can you say? എന്തുകൊണ്ടാണ് elements എല്ലാം pure substance ആയി? അമൃത പറയാമോ എന്തുകൊണ്ട് elements pure substance ആയി? Elements are made up of identical particles. Very good. Same kind of atoms or identical particles. You are exactly correct. And ഇതോടൊപ്പം elements and compounds എന്നാണ് പറഞ്ഞത്, ശരിയല്ലേ? അപ്പൊ എന്റെ ചോദ്യം രേഷ്മ, എന്തുകൊണ്ട് കോമ്പൗണ്ട്സ് പ്യുവർ സബ്സ്റ്റൻസ് ആയി? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എലമെന്റുകൾ കമ്പൈൻ ചെയ്തല്ലേ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഈ പറയുന്ന കോമ്പൗണ്ടുകൾ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആയി? രേഷ്മ പറയാമോ? രേഷ്മ. Okay. ശ്രീധന്യ, can you say? ശ്രീധന്യ പറയാമോ? ശ്രീധന്യ. ഭദ്ര, ഭദ്രയുള്ളൂ. ഭദ്ര, എന്തുകൊണ്ട് കോമ്പൗണ്ടുകൾ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആയി? ഭദ്ര, എലമെന്റുകൾ കമ്പൈൻ ചെയ്തല്ലേ കോമ്പൗണ്ട് ഉണ്ടാവുന്നത്? Different types of atoms. ആണ്, പക്ഷെ അതെങ്ങനെ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആയി? ഭദ്ര, ഡിഫറെന്റ് സബ്സ്റ്റൻസുകൾ കമ്പൈൻ ചെയ്തല്ലേ കോമ്പൗണ്ട് ഉണ്ടാവുന്നത്? രണ്ട് മൂന്ന് ടൈപ്പ് ആറ്റംസ് ചേരുമ്പോഴല്ലേ compound ആവുന്നത്. അപ്പൊ എന്റെ ചോദ്യം, അപ്പൊ അതൊരു മിക്സർ അല്ലേ ആവേണ്ടത്, പിന്നെ അതെങ്ങനെ പ്യുവർ സബ്സ്റ്റൻസ് ആയി? ഈ elements എന്ന് പറയുന്നത് pure substance ആണല്ലോ. ആണല്ലോ. അപ്പൊ ആ രണ്ട് സബ്സ്റ്റൻസ് പരസ്പരം കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അതൊരു മിക്സർ അല്ലേ ആകേണ്ടത്? പറഞ്ഞോ. Elements combine ചെയ്തല്ലേ ഉണ്ടാവുന്നത്. ആണ് സുഹൃത്തെ, എലമെന്റ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അപ്പൊ എന്റെ ചോദ്യം, അപ്പോൾ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ? എന്താ ചോദ്യം? സാറ് ചോദിച്ചപ്പോൾ എനിക്ക് doubt ഉണ്ട്. വെരി ഗുഡ്. ഇത് നമ്മൾ ഏതിന്റെ ക്ലാസിഫിക്കേഷനിലാണ് എലമെന്റ് എന്നും കോമ്പൗണ്ട് എന്നും ഡിവൈഡ് ചെയ്തേ? Pure substance. അപ്പൊ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ? Pure substance. യെസ്. ഇനി എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞത്, ഭദ്ര പറഞ്ഞതും ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകൾ കമ്പൈൻ ചെയ്തല്ലേ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോ പിന്നെ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആയിരുന്നത് എങ്ങനെ? ഉത്തരം വളരെ സിമ്പിൾ. ഇതിലുള്ളത് same elements തന്നെയാണ്. അല്ല സുഹൃത്തെ, എലമെന്റുകൾ കമ്പൈൻ ചെയ്തത് ഒരു പുതിയ സബ്സ്റ്റൻസ് ആയി മാറുകയാണ്. പുതിയൊരു സബ്സ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്നു. ഈ വാട്ടർ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഹൈഡ്രജന്റേതോ ഓക്സിജന്റേതോ ആയിട്ടുള്ള യാതൊരു പ്രോപ്പർട്ടിയും ഇല്ല. ഇറ്റ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. ഇനി നിങ്ങൾ വാട്ടർ എന്ന് പറയുന്ന ന്യൂ സബ്സ്റ്റൻസിനെ പരിശോധിച്ചാൽ ഇറ്റ് ഡസന്റ് കണ്ടെയ്ൻ എനി ഹൈഡ്രജൻ ഓർ ഓക്സിജൻ ആറ്റം, ബട്ട് ഇറ്റ് കണ്ടെയ്ൻ H2O മോളിക്യൂൾ. അതിനകത്ത് ഹൈഡ്രജനോ ഓക്സിജനോ ഇല്ല, പകരം ജല തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരേ തരം തന്മാത്രകളാണ് എല്ലാ കോമ്പൗണ്ടിലും ഉള്ളത്. ചിലപ്പോൾ അത് കമ്പൈൻ ചെയ്തേക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റുകൾ ചേർന്നിട്ടുള്ളതായിരിക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർട്ടി, കമ്പൈൻ ചെയ്താൽ അതൊരു പുതിയ സബ്സ്റ്റൻസ്, ഇപ്പോൾ അതിന് പുതിയൊരു പ്രോപ്പർട്ടി. അപ്പൊ അതൊരു പുതിയ സാധനമാകുമ്പോൾ അതിനകത്തുള്ള കണികകളും വ്യത്യസ്തമായിരിക്കും, തന്മാത്രകളും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഒരു കോമ്പൗണ്ട് മാത്രമായി നിങ്ങൾ എടുത്താൽ അതിനകത്തുള്ള തന്മാത്രകളെല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ക്ലിയർ ഭദ്ര?
ഓക്കെ ഡൺ. ഇനി നമ്മൾ കണ്ടത് മിക്സ്ചേഴ്സിനെ പറ്റിയാണ്. സോ എന്താണ് മിക്സ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ മിക്സ്ചേഴ്സിനെ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറയാമോ? ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ്. ഓക്കെ, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ്. ഒരു മിനിറ്റ്. ഇതില് എന്റെ ചോദ്യം ഇതാണ്, ആതിരയ്ക്ക് സംസാരിക്കുമോ? ബാക്കിയുള്ളവരും കൂടി സംസാരിക്കാൻ പറ്റുമോ എന്ന്? ഈ ചോദ്യം ഇതാണ്, മിക്സ്ചേഴ്സിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? പറയൂ. രണ്ടായിട്ട്. ആതിര ഏതൊക്കെയാണ് ആതിര രണ്ടാന്ന് പറഞ്ഞത്? ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ചോദിക്കട്ടെ. ഭവ്യ VL, ഭവ്യ കേൾക്കുന്നുണ്ടോ? യെസ്. ഭവ്യ, എന്താണ് ഇപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാല്? പറഞ്ഞോ ഭവ്യ, കേൾക്കുന്നില്ലേ? ഭവ്യ, ഹിബ കേൾക്കുന്നുണ്ടോ? ഹിബയ്ക്ക് പറയാമോ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന്? എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് ഹിബയ്ക്ക് പറയാമോ? ഹിബ, ഹരിനന്ദൻ എന്താ കുഞ്ഞാ ഉറക്കെ പറടാ. അയ്യോ, അതിനപ്പോ മിക്സ്ചർ എന്ന് പറയാൻ പറ്റുമോ? ഒരേപോലുള്ള പാർട്ടിക്കിൾ ആവുമ്പോ മിക്സ്ചർ ആവുന്നത് എങ്ങനെയാ? ഇങ്ങനെയല്ലേ പറയേണ്ടത്? എ മിക്സ്ചർ. എക്സാമ്പിൾ വെച്ചത് പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് പറഞ്ഞോളൂ, അവർക്ക് പറയാം. എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും, അത് കറക്റ്റ്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഹിബ കേട്ടോളൂ. നമ്മുടെ കയ്യിൽ 2 ബീക്കർ ഉണ്ട്. ഞാൻ ഒന്ന് ബോർഡോട് കാണിക്കാം. 2 ബീക്കർ, രണ്ടിലും ഞാൻ ജലം എടുക്കുന്നു, വാട്ടർ എടുക്കുന്നു, തുല്യ അളവിൽ വാട്ടർ എടുക്കുന്നു. ഒന്നിലേക്ക് ഞാൻ സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, NaCl ലയിപ്പിക്കുന്നു, ഡിസോൾവ് ചെയ്യുന്നു. രണ്ടാമത്തേലേക്ക് കുറച്ച് സാൻഡ്, മണ്ണ് വാരിയിടുന്നു. രണ്ടും നന്നായി ഇളക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ 2 ബീക്കറും ഇപ്പൊ 2 സൊല്യൂഷൻ രണ്ട് മിക്സ്ചർ ആയി. കാരണം ഇതിനകത്ത് ഇപ്പോ വാട്ടറും ഉണ്ട്, സാൻഡും ഉണ്ട്, വാട്ടറും ഉണ്ട്, NaCl. ഇപ്പൊ 2 മിക്സറുകളാണ്. ഇപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആദ്യത്തെ ബീക്കർ, NaCl ലയിപ്പിച്ച ബീക്കർ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉപ്പ് കംപ്ലീറ്റ് ആയി ഡിസോൾവ് ചെയ്തു. ഇനി നിങ്ങൾ ആ സൊല്യൂഷൻ ഒന്ന് അല്പം പരിശോധിച്ചാല് ആ സൊല്യൂഷൻ, ആ മിക്സ്ചറിന്റെ പ്രോപ്പർട്ടി എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ആ ഉപ്പ് രസം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അതായത് ഉപ്പിന്റെയും വെള്ളത്തിന്റെയും അളവ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അങ്ങനെ പ്രോപ്പർട്ടീസ് എല്ലാം ഒരുപോലെയാണ് എല്ലായിടത്തും എങ്കിൽ അത്തരം മിക്സറുകളെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ്. ഹോമോ എന്നുള്ള വാക്കിന്റെ അർത്ഥം സെയിം എന്നാണ്. അപ്പൊ സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട്, എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടി. എന്നാൽ സാൻഡ് ലയിപ്പിച്ച മിക്സർ നോക്കൂ, സാൻഡ് ഡിസോൾവ് ചെയ്യില്ല. സാൻഡ് അവിടെ എന്താ ചെയ്യും? സെറ്റിലായി കിടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സാൻഡിന്റെയും വെള്ളത്തിന്റെയും എമൗണ്ട് എല്ലായിടത്തും ഒരുപോലെ അല്ല മിക്സ്ചറിൽ. ഇറ്റ് ഈസ് ഡിഫറെന്റ്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഹെറ്ററോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഡിഫറെന്റ് എന്നാണ്. അങ്ങനെയാണ് മിക്സ്ചറുകളെ ഹോമോജീനിയസ് എന്നും ഹെറ്ററോജീനിയസ് എന്നും രണ്ടായി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒരു കാര്യം കൂടി, ഹോമോജീനിയസ് മിക്സ്ചറുകളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൊല്യൂഷൻസ്. SOLUTIONS. ക്ലിയർ? അഥവാ മലയാളത്തിൽ ലായനികൾ എന്ന് പറയും. ഇത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. യെസ്, തരാമോ എനിക്ക്? യെസ്. ആർക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അതില്? ഇല്ല. വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ്. എന്താ ഹെറ്ററോജീനിയസ് മിക്സ്ചർ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഹെറ്ററോജീനിയസ് മിക്സ്ചർ പറയാമോ ഇർഷാന? ഇർഷാന, വാട്ട് ഈസ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ? ഹലോ സർ. പറഞ്ഞു ഇർഷാന, കേൾക്കാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? ക്ലിയർ
What is a heterogeneous mixture? അതിന് സെയിം പ്രൊപ്പോർഷൻ അല്ലേ? സെയിം പ്രൊപ്പോർഷൻ അല്ല, അല്ലെങ്കിൽ നമുക്ക് പറയാം സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ല എല്ലായിടത്തും. യെസ്, ഇറ്റ് ഈസ് ഹാവിംഗ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് അറ്റ് ഡിഫറെന്റ് ഡയറക്ഷൻസ്. Got it, Irshana? Okay. So therefore this mixture is called heterogeneous mixture. കാരണം ഡിഫറെന്റ് പ്രോപ്പർട്ടി വന്നാൽ ആ മിക്സ്ചറിനെ നമ്മൾ പറയും heterogeneous mixture. Okay, very good. Now ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചോദ്യം, അടുത്ത നമ്മൾ പഠിച്ചത് മാറ്റർ എത്ര സ്റ്റേറ്റുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. മാറ്റർ എത്ര സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇർഷാന, can you tell matter exists in how many states? 3 സ്റ്റേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ നാലാമതൊരു സ്റ്റേറ്റും കൂടി പറഞ്ഞിരുന്നു. ഏതാണ് ആ സ്റ്റേറ്റ് ഇർഷാന? നാലാമത്തെ സ്റ്റേറ്റ് യെസ് പറഞ്ഞോ. യു ആർ റൈറ്റ്. It is സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് പഠിച്ചായിരുന്നു. fourth one, plasma, which is a state. പ്ലാസ്മ. ഈ പ്ലാസ്മ സ്റ്റേറ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്ലാസ്മ ഫയറിൽ. Yeah. യെസ്, ഫയറിലും പിന്നെ എവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഫയറിൽ, പിന്നെ ലൈറ്റില്. ഏത് ലൈറ്റ് എന്നാ ഞാൻ പറഞ്ഞത്? വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ. ട്യൂബ് ലൈറ്റ്. വെരി ഗുഡ്. യെസ്, അതുപോലെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എല്ലാ സ്റ്റാർസിലും അല്ലെങ്കിൽ എല്ലാ സ്റ്റാർസിന്റെയും ഈ പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാറ്ററിന്റെ സ്റ്റേറ്റ്, ഇറ്റ് ഈസ് എ പ്ലാസ്മ സ്റ്റേറ്റ്, ഇസ് എ ഹൈ എനർജി സ്റ്റേറ്റ്. ക്ലിയർ? Clear, sir. Yes, very good. Now which one is the fifth state of matter? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ചാമതൊരു സ്റ്റേറ്റ് Bose-Einstein condensate. Very good. Sixth one, Gauri, sixth one, fermionic condensate. Very good. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് law of chemical combinations ആയിരുന്നു. Am I right? ആണോ ആദിത്യ? laws of chemical combination ആണോ പഠിച്ചത്? അതെ. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇറ്റ് മീൻസ്? ആതിര, വാട്ട് ഇറ്റ് മീൻസ് കെമിക്കൽ കോമ്പിനേഷൻ? സിംപ്ലി അറിയില്ല എങ്കിൽ പറയാം. കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി കെമിക്കൽ റിയാക്ഷൻസ്. അപ്പൊ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെയാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പഠിക്കുന്നത് കൂടുതലും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. നിങ്ങൾക്കറിയാം കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ദേ ആർ കെമിക്കൽ റിയാക്ഷൻസ്. നമ്മൾ ഒരു സബ്സ്റ്റൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ which means that substance is undergoing chemical reaction. ആ കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട laws, that is called laws of chemical combination. There I told there are 5 laws of chemical combination. എത്ര laws ആണുള്ളത് ഹരിനന്ദ? നമുക്ക് പഠിക്കാനായിട്ട് എത്ര laws ആണുള്ളത്? 5 laws ആണുള്ളത്. പറയാമോ അതിന്റെ പേര് ഓരോരുത്തരായിട്ട്? ഭദ്ര, ആദ്യത്തെ ലോയുടെ പേര് പറയാമോ ഭദ്ര? എന്താണ് law of conservation of mass ഭദ്ര? Law of conservation of mass is that mass can neither be created nor be destroyed during a chemical reaction. Very good, very good. Who introduced or who put forth this law? By Anton Lavoisier. Very good. ആരാണ് ഈ ആന്റൺ ലാവോയിസിയർ? അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊരു ഇൻഫർമേഷൻ അറിയാമോ? യാ, യു ആർ എക്സാക്ട്ലി റൈറ്റ്. ഭദ്ര പറയുന്നതെല്ലാം ശരിയാണ്. തോന്നണ്ട, പറഞ്ഞാൽ മതി. യെസ്,
ഓക്കെ, ഭദ്ര പറയുന്നതെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. നൗ അടുത്ത പോയിന്റ് സെക്കൻഡ് ലോ ആണ്. അപ്പൊ ഈ ഫസ്റ്റ് ലോയുമായി റിലേറ്റ് ചെയ്ത ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മളെല്ലാം കെമിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പോൾ അത് ബാലൻസ് ചെയ്യാറുണ്ട് അല്ലെ? യെസ് ഓർ നോ ഭദ്ര? നമ്മൾ നോർമലി ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ അത് ബാലൻസ് ചെയ്യാറില്ലേ? എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? വൈ വി നീഡ് ടു ബാലൻസ് എ കെമിക്കൽ? That means LHS of a chemical equation include reactants. അതായത് അഭികാരങ്ങൾ LHS ലും ഉൽപ്പന്നങ്ങളാണ് RHS ലും ഉള്ളത്. അതിന്റെ അർത്ഥം എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര എമൗണ്ട് ഓഫ് റിയാക്ടന്റ് ഉണ്ടോ അത്രയും എമൗണ്ട് ഓഫ് റിയാക്ടന്റ് എവിടെ ഉണ്ടാവണം? RHS, that is product സൈഡിൽ ഉണ്ടാവണം. വെരി ഗുഡ്. So which means total number of atoms of element on left side should be equal to total number of atoms of element in the right side. So that is the reason why we are balancing a chemical equation. അതുകൊണ്ട് തന്നെ law of conservation of mass എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് ഇങ്ങനെ എഴുതാം: the total amount of reactant is always equal to total amount of product in a chemical reaction. Very good, very good. So can we go to the second one, law of definite proportion? Gauri, law of definite proportion പറയാൻ പറ്റുമോ? ഗൗരി, The proportion of elements by weight in Oh. a given compound will always remain exactly the same. yes, that means in a compound the elements are combined in a fixed ratio by mass. വേറൊന്നുമല്ല, ഒരു കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റുകൾ കമ്പൈൻ ചെയ്യുന്നത് എപ്പോഴും ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും ബൈ മാസ്. ഒരു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ചോട്ടെ, ഹു പുട്ട് ഫോർത്ത് ദിസ് ലോ? പറയാമോ ഗൗരി? Joseph Proust. ജോസഫ് പ്രോസ്റ്റ്. വെരി ഗുഡ്. അപ്പോ ഈ ലോ ഒന്നുകൂടെ അത് പറയാമോ ഗൗരി? എന്ന് കേൾക്കാനാ? The proportion of elements ആ by weight ആ in a given compound will always remain exactly the same. ഇത് നേരെ തിരിച്ചു പറയണം കേട്ടോ. ഇയാളിപ്പോ നേരെ റിവേഴ്സ് ഓർഡറിലാണ് ലോ പറയുന്നത്. ഇൻ എ ഗിവൺ കോമ്പൗണ്ട്, ഇങ്ങനെ തന്നെ ഓർഡർ. ഇൻ എ ഗിവൺ കോമ്പൗണ്ട് ഇറ്റ് ആൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ്സ് ഇൻ എ ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ വെയിറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അത് പറഞ്ഞേ ഗൗരി, കറക്റ്റ് ഓർഡർ പറഞ്ഞേ. ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയണം. ഞാൻ ഈ ഒന്നുകൂടെ പറയണം അല്ലേ? ഇൻ എ ഗിവൺ കോമ്പൗണ്ട് always contains the same element in a fixed proportion by weight. Clear? അങ്ങനെ പറഞ്ഞു ഗൗരി, കേക്കട്ടെ. In a given compound it always contains same elements. Very good. Same elements in a given proportion By by its weight. very good, very good, very good, very good. അപ്പോ ദേവനന്ദ പറഞ്ഞേ. ദേവനന്ദ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ എക്സാമ്പിൾ പറയാമോ ദേവനന്ദക്ക്? ദേവനന്ദ ഇല്ലേ? ദേവനന്ദ ഇല്ല. ആദിത്യ ഒരു എക്സാമ്പിൾ പറയാമോ മോനെ? ആദിത്യ ഇപ്പൊ ഈ പറഞ്ഞ ലോയ്ക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് പറയാമോ എന്ന്? ഒരു കോമ്പൗണ്ട് എടുത്ത് അതിനകത്തുള്ള എലമെന്റുകളുടെ റേഷ്യോ ഒന്ന് പറയാമോ? പറഞ്ഞോ. എടാ മോനെ, ഇപ്പൊ പറഞ്ഞ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഇല്ലേ, അതിനൊരു എക്സാമ്പിൾ എടുത്ത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഞാന് വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഒരു കോമ്പൗണ്ട് പറഞ്ഞേ ആദിത്യ, നീ എനിക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പൗണ്ട് പറഞ്ഞേ. പറയാം. H2O വാട്ടർ. ഓർമ്മ വന്നാ? ഇതിനകത്തുള്ള എലമെന്റുകൾ ആരാ? വാട്ടറിലുള്ള എലമെന്റുകൾ ആരാ? ഹൈഡ്രജനും
ഈ വാട്ടറിലുള്ള ഹൈഡ്രജന്റെ വെയിറ്റ് എത്രയാണ്? ഹൈഡ്രജന്റെ വെയിറ്റ് എത്രയാ? എച്ചിന്റെ വെയിറ്റ് എത്രയാ? 1. അപ്പൊ 2 എച്ച് ഉണ്ടെങ്കിൽ എത്ര വെയിറ്റ് ആയി? 2. ഇനി ഓക്സിജന്റെ വെയിറ്റ് എത്രയാ? ഓക്സിജന്റെ വെയിറ്റ് 16. അപ്പൊ 2:16 എത്ര കിട്ടും? 2:16. നോക്കിയേ, 2:16. So 1:8. അതിന്റെ അർത്ഥം നിങ്ങൾ എവിടെ പോയി വാട്ടർ എടുത്താലും അതിനകത്തുള്ള എലമെന്റുകൾ എപ്പോഴും ഹൈഡ്രജനും ഓക്സിജനും അവരുടെ മാസിന്റെ റേഷ്യോ എപ്പോഴും 1:8. Got it? അതിന്റെ ക്ലിയർ? വെരി ഗുഡ്. അടുത്ത തേർഡ് ലോ, സ്വലിക. സ്വലിക ഉണ്ടോ അതിനകത്ത്? സ്വലിക സ്വലിക ഉണ്ടോ അതിനകത്ത്? ഇല്ല. അയ്യോ, ആര് പറയൂ അടുത്തത്? ഹിബ പറയൂ. ഹിബ നമ്മുടെ തേർഡ് ലോയുടെ പേരെന്താ? ഹിബ നമ്മുടെ തേർഡ് ലോയുടെ പേരെന്താ? ഹിബ. ഇർഷാന കേൾക്കുന്നുണ്ടോ? ഇർഷാന നമ്മളെ തേർഡ് ലോ എന്താ? റീന. സ്നേഹ സജീവ് ഉണ്ടാ? നിങ്ങളെയൊക്കെ എനിക്ക് അറിയില്ല നേരിട്ട്, അതുകൊണ്ടാണ് ഞാൻ പേര് വിളിക്കുന്നത്. റീന ഇസ് ദേർ. യെസ്, റീന പറഞ്ഞു. നമ്മുടെ തേർഡ് ലോയുടെ പേരെന്താ? Who put forth that law? ജോൺ ഡാൾട്ടൺ. ലോ പറയാമോ? വെരി ഗുഡ്. ലോ പറയാമോ? അയ്യോ, ശരി, ഓക്കെ, കുഴപ്പമില്ല. ആര് പറയും? ശ്രീധന്യ പറയോ? ശ്രീധന്യ ലോ പറയാമോ? Yes, that means അതിന്റെ അർത്ഥം ഇപ്പൊ നമുക്ക് ദേവി കൃഷ്ണ പറഞ്ഞു തരും. ദേവി കൃഷ്ണ ഒന്ന് പറഞ്ഞു കഴിഞ്ഞേ. നിങ്ങളുടെ പേരുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ദേവി കൃഷ്ണ ഉണ്ടോ അതിനകത്ത്? ഓടിപ്പാ. ദേവി കൃഷ്ണ ചോദിക്കുന്നു. ദേവി കൃഷ്ണ ഓടിപ്പാ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ് ഈ ലോ എന്താണ്? ദേവി കൃഷ്ണ, ഹലോ. ഇല്ല. ഓക്കെ, ഹരിനന്ദൻ പറഞ്ഞു. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മോനെ. ഹരിനന്ദ. ഹരിനന്ദൻ. ഹരിനന്ദ. ഓക്കെ, പറയാ ഹരിനന്ദ പറഞ്ഞ പോലെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. കൂടാ ആര് കമ്പൈൻ ചെയ്ത്? രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അല്ല, അതിങ്ങനെയാണ് ആ ലോ പറയുന്നത്. when two elements combined to form more than one compound. ഇത് ഈ ലോ ഇമ്പോർട്ടന്റ് ആണ്. അതായത് രണ്ട് എലമെന്റുകൾ കൂടി ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. എക്സാമ്പിൾ കാർബണും ഓക്സിജനും രണ്ട് എലമെന്റുകളാണ്. ഇവ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകും. നിങ്ങൾക്കറിയാം, കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത രണ്ട് കോമ്പൗണ്ട് ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. ഇതില് രണ്ട് കോമ്പൗണ്ടിലും കാർബണിന്റെ മാസ് സെയിം ആണ്, കാർബണിന്റെ എണ്ണവും മാസും സെയിം ആണ്. എന്നാൽ ഓക്സിജന്റെ മാസ് ഡിഫറന്റ് ആണ്.
കാർബൺ ഡൈ ഓക്സൈഡിൽ O2 ഉണ്ട്, അപ്പൊ 32 ഗ്രാമും. കാർബൺ മോണോക്സൈഡിൽ അത് 16 അപ്പൊ when two elements combined to form more than one compound, then അതില് ഡിഫറന്റ് മാസ് ഉള്ള എലമെന്റ്, ആ ഡിഫറന്റ് മാസ് ഉള്ള എലമെന്റിന്റെ മാസിന്റെ റേഷ്യോ, ഉദാഹരണം ഓക്സിജന്റെ മാസ് 16-32, അപ്പൊ ആ മാസിന്റെ റേഷ്യോ 16:32, that is 1:2. അതെപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും എന്നാ പറഞ്ഞത്. ക്ലിയർ ആയടേ? റിപ്ലൈ മീൻ, എനിക്ക് റിപ്ലൈ തരൂ. കുഞ്ഞാ പറയാലോടാ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. 2 എലമെന്റുകൾ, ഭദ്ര പറയൂ, 2 എലമെന്റുകൾ ഏതൊക്കെയാ ഞാൻ പറഞ്ഞേ? പറഞ്ഞു. ഇതല്ലാതെ ഭദ്രയ്ക്ക് ഇഷ്ടമുള്ള 2 എലമെന്റുകൾ വേറെ ആരെങ്കിലും 2 എലമെന്റ് പറഞ്ഞേ. വെരി ഗുഡ്. ഈ ഹൈഡ്രജനും ഓക്സിജനൂടെ ചേർന്നാൽ എന്താ ഉണ്ടാവുക പ്രോഡക്റ്റ്? വാട്ടർ അല്ലാതെ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാവുമോ? ഉണ്ടാകും കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഇതില് ഈ H2O എടുത്താലും H2O2 എടുത്താലും സെയിം മാസ് ഉള്ള ഒരാളുണ്ട്. ആരാ അത്? ഹൈഡ്രജൻ. എത്രയാ ഹൈഡ്രജന്റെ മാസ് രണ്ടിലും? 2. വെരി ഗുഡ്. ഇനി ഓക്സിജന്റെ മാസ് രണ്ടിലും എത്ര ഇതാണെന്ന് പറയാമോ? വെരി ഗുഡ്. രണ്ടാമത്തേല് ഇവരുടെ രണ്ടുപേരുടെ ഈ വ്യത്യസ്ത മാസ് ഉള്ള എലമെന്റ് ആണല്ലോ ഓക്സിജൻ, അല്ലേ? ഈ വ്യത്യസ്ത മാസുകളുടെ റേഷ്യോ എത്രയായിരിക്കും? 16:1:2. That is the law. Okay. ഇനി ഒന്ന് വായിച്ചു നോക്കിയാലോ. When two elements combined to form more than one compound, then different masses of one of the element, വ്യത്യസ്ത മാസുള്ള ഒരു എലമെന്റ്, which combine with the fixed mass of the other, fixed mass ഉള്ളതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, and that different masses are in a simple whole number ratio. Clear? Very good, very good. ഇനി നാലാമത്തെ ലോ, ഗംഗ. ഓക്കെ, ഗംഗ ഉണ്ടോ കുഞ്ഞേ? ഗംഗ ഉണ്ടല്ലോ, ഗംഗ അതിനകത്ത് വിളിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഗംഗ ഉണ്ടാ? ഗംഗ ഒളിച്ചിരിക്കുന്നു, പേരൊക്കെ മാറ്റിയിരിക്കുന്നു. ഓക്കെ, ചൈത്ര ഉണ്ട? ചൈത്ര ഈ പേര് വിളിക്കുന്നതിനൊന്നും ഇല്ലടേ. ദർശന? ചൈത്ര ഉണ്ടത്? ഈ ചൈത്രയാണല്ലോ ദർശന എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച കാര്യം, നമ്മുടെ നാലാമത്തെ ലോ ഏതാ ചൈത്ര? നമ്മൾ പഠിച്ച നാലാമത്തെ ലോ, ഞാൻ പഠിപ്പിച്ച നാലാമത്തെ ലോ ഓർമ്മയുണ്ടാ? വീഡിയോ കണ്ടെങ്കിൽ ഒരു ക്ലൂ തരാം. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളതാ. പറഞ്ഞോ. ഒയ്യോ, കുഴപ്പമില്ല. എന്നാ നാലാമത്തെ ലോ കേട്ടോ, ഞാൻ ഇപ്പൊ പറയാ. അവോഗാഡ്രോസ് ലോ കേട്ടിട്ടുണ്ടോ? ഇത് എന്നാ പറഞ്ഞ എന്താ അവോഗാഡ്രോസ് ലോ? കേക്കട്ടെ, അറിയണമല്ലോ. വീഡിയോ കാണാതെ തന്നെ അത് പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. 10ാം ക്ലാസ്സിൽ പഠിച്ചതാ. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ തുല്യവ്യാപ്തം വാതകങ്ങളുടെ പറഞ്ഞോ, തുല്യവ്യാപ്തം വാതകങ്ങളുടെ എന്ത് തുല്യമായിരിക്കും? തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. പഠിച്ചിട്ടുണ്ടോ? ഇനി ഒന്ന് പറഞ്ഞു നോക്കി ഒന്നുകൂടാ. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ യെസ്,
തുല്യവ്യാപ്തം വാതകങ്ങളുടെ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. അതിന് ഇംഗ്ലീഷിലാക്കി നമ്മൾ ഇങ്ങനെ പഠിക്കണം: ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് should contain equal number of molecules provided they are at the same temperature and pressure. Clear? എന്താ പറയണം? ഒന്നിനെ പറയണം. ഇപ്പൊ അതൊക്കെ പറയാം. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് എന്ന് വെച്ചാൽ തുല്യവ്യാപ്തം വാതകം. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് should contain, തീർച്ചയായും ഉണ്ടായിരിക്കും, ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് provided they are at the same temperature and pressure. Okay, Chaitra? Okay, very good. Now, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അതായത് ഇപ്പൊ പഠിച്ച ലോയുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മോളാർ വോളിയം ഓഫ് എ ഗ്യാസ് ഷുഡ് ബി 22.4 ലിറ്റർ. കേട്ടിട്ടുണ്ടോ? അതായത് ഏതൊരു ഗ്യാസിന്റെയും മോളാർ വ്യാപ്തം അറ്റ് STP 22.4 ലിറ്റർ ആണ്. പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ ശ്രീധന്യ? പഠിച്ചിട്ടുണ്ട്. ഇത് എവിടെന്ന് വന്നെന്നറിയാമോ? ഈ ലോയ. അതുകൊണ്ടാണ് മോൾ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഒരു നമ്പറിന് നമ്മൾ അവഗാഡ്രോസ് നമ്പർ എന്നൊരു പേര് കൊടുക്കുന്നത്. ഇല്ലയോ? അറിയാം. അപ്പോ ഈ ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് അത്. കാരണം ഒരു മോൾ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള തന്മാത്രകളുടെ എണ്ണം എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വ്യാപ്തവും തുല്യമായിരിക്കും. കണ്ടോ? തുല്യ വ്യാപ്തമാണെങ്കിൽ തന്മാത്രകളുടെ എണ്ണവും തുല്യം. Provided they are at the same temperature and pressure, that is STP, standard temperature and pressure condition. Clear? Clear ആയോ? Yes. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ലോ. ഈ ലോ നിങ്ങൾ കേട്ടിട്ടില്ല. ആ ലോയെ വിളിച്ച പേര് ഗെയിൽസാർസ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്നാണ്. ഈ ലോയും അവഗാഡ്രോസ് ലോയും ഏകദേശം ഒരുപോലെയാണ്. ആർക്ക് പറയാം അത്? അർജുന് പറയാൻ പറ്റുമോ? അർജുൻ ഉണ്ടോ? അതിനകത്ത് അർജുൻ? അമൃത? അമൃത ഉണ്ടല്ലോ. അമൃത പറഞ്ഞല്ലോ കുഞ്ഞെ. ഗെയിൽസാർസ് ലോ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കി. അമൃത? അയ്യോ, വീഡിയോ കണ്ടില്ലേ? എന്ത് ക്ലിയർ അല്ല? വീഡിയോ ആണോ അതോ ഞാൻ പറഞ്ഞതാണോ? അതാണ്. അത് കുഴപ്പമില്ല. ഈ പഠിക്കുന്നത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ഇപ്പൊ പഠിച്ചോണേ. ഞാൻ ഇപ്പൊ പറയുന്നത് കേട്ടോണേ. പറയുന്ന ഇത്രയേ ഉള്ളൂ. അമൃത തന്നെ പറഞ്ഞു, എന്റെ കൂടെ പറഞ്ഞു. അമൃത 2 ഗ്യാസസിന് എക്സാമ്പിൾ പറഞ്ഞേ. 2 ഗ്യാഷ്യസ് റിയാക്ടൻസ്, വാതക അഭികാരകങ്ങൾ, ഹൈഡ്രജനും ഓക്സിജനും. ശരി, ചേർന്ന് എന്തുണ്ടാകും? വാട്ടർ. അതിന്റെ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്ത് പറയാമോ? വെരി ഗുഡ്. ഇനി ഒരു ചോദ്യം ഞാൻ ബോർഡിലോട്ട് എഴുതാം കേട്ടോ. അപ്പൊ അമൃത പറഞ്ഞ ഇക്വേഷൻ ഞാനൊന്ന് എഴുതുകയാണ് എന്റെ സൗകര്യത്തിന് വേണ്ടി. എനിക്കത് കാണണം. അത് നോക്കോ. അമൃത പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 2H2 പ്ലസ് ഇത് ഗ്യാസ് ആണ്. O2 ഗീവ്സ്, അതും ഗ്യാസ് ആണ്. 2H2O. ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റും ഗ്യാസ് ആണ് കേട്ടോ അമൃത. ഓക്കെ. ഇതില് 2H2 എന്ന് വെച്ചാൽ അർത്ഥം 2 മോൾ H2. ശരിയല്ലേ? 10ാം ക്ലാസ് അമൃത ഓർമ്മയുണ്ടാവുന്നതേക്ക്. അപ്പൊ അതിന് 2 മോൾ H2 എന്ന് എഴുതി കൂടെ? അങ്ങനെയെങ്കിൽ ഓക്സിജന് താഴെ എനിക്ക് എത്ര മോൾ ഓക്സിജൻ എഴുതേണ്ടി വരും? അപ്പോ വെരി ഗുഡ്. 1.
അങ്ങനെയെങ്കിൽ വാട്ടറിന് താഴെ എത്ര മോൾ H2O എന്ന് എഴുതേണ്ടി വരും ഞാൻ? 2. വെരി ഗുഡ്. ഇനി ഞാൻ പറയുന്നു ഈ റിയാക്ഷൻ നടന്നത് STP കണ്ടീഷനിലാണ്. എന്നുവെച്ചാൽ ടെമ്പറേച്ചർ പ്രഷർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. 2 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം എത്രയാണ്? STP യിലുള്ള 2 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ തൊട്ട് മുന്നേ. 1 മോൾ ഹൈഡ്രജന്റെ വെയിറ്റ് എത്രയാ? സോറി, വോളിയം എത്രയാ? വ്യാപ്തം എത്രയാ? 4. അപ്പൊ 2 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം എത്രയായിരിക്കും? 44.8. വെരി ഗുഡ്. 44.8 ലിറ്റർ പ്ലസ്. അങ്ങനെയെങ്കിൽ 1 മോൾ ഓക്സിജന്റെ വോളിയം എത്രയാ? 22.4. ശരി. അങ്ങനെയെങ്കിൽ ജലത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും? അവിടെ ഉണ്ടായ പ്രോഡക്റ്റിന്റെ അല്ലല്ല, അവിടെ നമുക്ക് 2 മോൾ വാട്ടർ എന്നാ. അപ്പോഴോ? 44.8 liter. യെസ്, 44.8 ലിറ്റർ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വ്യാപ്തങ്ങളുടെ റേഷ്യോ എടുത്തേ, അനുപാതം എടുത്തു വെക്കേ. 44.8:22.4:44.8 എത്ര ഇടും? 2:1:2. യെസ്. ഇനി ആ ലോ എന്ന് പറയാമോ? ഇത്രയേ ഉള്ളൂ ലോ. വാതക അഭികാരകങ്ങൾ കൂടിച്ചേർന്ന് വാതക ഉൽപ്പന്നം ഉണ്ടായാൽ അവരുടെ വോളിയംസ് എന്നുവെച്ചാൽ വ്യാപ്തങ്ങൾ, ആ വ്യാപ്തങ്ങളുടെ റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും, പൂർണ്ണസംഖ്യ അനുപാതത്തിലായിരിക്കും. provided they are at the same temperature and pressure. ഒരേ തന്മീൻ താപനിലയിലും മർദ്ദത്തിലുമായിരുന്നാൽ മതി. ക്ലിയർ ആയ അമൃത? ഒന്ന് പറഞ്ഞെങ്കിൽ പിന്നെ കേക്കട്ടെ. When gaseous reactants Ah. combine to form gaseous products, ആ a simple ratio is formed. a simple ratio is found in their എന്തിലാ പറഞ്ഞോ? എന്താണ് സിമ്പിൾ റേഷ്യോയിലുള്ളത്? ശരിയാ, വോളിയംസ് പ്രൊവൈഡഡ്. Constant പറഞ്ഞോ, ടെമ്പറേച്ചർ ആൻഡ് pressure. ഇപ്പൊ പഠിച്ചോ? പഠിച്ചു. ആ അപ്പൊ ഇനി പഠിക്കൂ. കേട്ടിട്ടില്ലെന്ന് പറയില്ലല്ലോ, ക്ലിയർ ആയില്ലെന്ന് പറയില്ലല്ലോ. ഇല്ല. ഇപ്പൊ 5 ലോയും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അങ്ങ് ഒന്നാമത്തെ ലോ പറഞ്ഞേ. Law of conservation of mass. പറയണ്ട. രണ്ടാമത്തെ ലോ Law of definite proportion. പിടിക്ക്. മൂന്നാമത്തത് Law of multiple proportion. 4. Avogadro's law. 5. Gay-Lussac's law of gaseous volume. എക്സലന്റ്. പിടിക്ക്. വെരി ഗുഡ്. അപ്പൊ 5 ലോയും പഠിച്ചേ, ഉറപ്പാണേ? അപ്പൊ ഈ ലോസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ഒരു തിയറി പഠിച്ചിട്ടുണ്ടാവണം. അമൃത പറഞ്ഞു, വെടിയെന്ന് പറഞ്ഞു. Atomic theory. ഉറക്കെ പറഞ്ഞോ, ഞാൻ കേട്ടില്ല ഞാൻ. Dalton's atomic theory. വെരി ഗുഡ്. ഇനി അമൃത ഇപ്പൊ ഇതെല്ലാം കണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ, കാരണം ഇത് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്തൊരാളിനോട് ചോദിക്കുകയാണ്, അഞ്ജലി, എന്താണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി? ആരായി ഡാൾട്ടൺ? കേക്കട്ടെ. ഇപ്പൊ പറഞ്ഞല്ലോ ഉള്ളൂ ഡാൾട്ടനെ പറ്റി. അഞ്ജലി? നോ, അഞ്ജലി ഇല്ല. അഞ്ജലി ഉണ്ടോ അതിനകത്ത്? വേറെ പേരിലല്ലോ ഉണ്ടോ അഞ്ജലി? സ്നേഹ? സ്നേഹ? നിങ്ങൾ എനിക്ക് അറിയില്ല കുഞ്ഞുങ്ങളെ, എന്നാലും ഞാൻ വിളിക്കുന്നു. സ്നേഹ ഉണ്ടാ? സ്നേഹ? സ്നേഹ ഉണ്ട്, കേൾക്കുന്നില്ലേ സ്നേഹ? ഈ ഡാൾട്ടൺസ് തിയറി ഒന്ന്. രേഷ്മ ഉണ്ട്? രേഷ്മ MS? രേഷ്മ MS? ആ രേഷ്മ, ആരായി ഡാൾട്ടൺ? എന്താ ഈ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി? ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കിയാണ് അവനെ. നിങ്ങൾ കണ്ടതല്ലേ? അറിയാമോ രേഷ്മ? പറഞ്ഞു. അതായത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്
ആദ്യമായിട്ട് ആറ്റത്തെ പറ്റി ഒരു സിദ്ധാന്തം തയ്യാറാക്കി. ആ സിദ്ധാന്തത്തെയാണ് നമ്മൾ അറ്റോമിക് തിയറി എന്ന് വിളിച്ചത്, ആറ്റം സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, എവ്രി മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾ കാൾഡ് ആറ്റം. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം എന്ന് പറയുന്ന കുഞ്ഞു കണികകൾ കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. മൂന്നാമത്തെ പോയിന്റ്, an atom is indivisible. ആറ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓർമ്മയുണ്ടോ പോയിന്റുകള് രേഷ്മ? അപ്പൊ ഓരോന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്ന് ഉറക്കെ പറയണേ, എനിക്ക് കേൾക്കാൻ വയ്യോ ഞാൻ. കാൾഡ് ആറ്റം. രണ്ട്, ഇൻവിസിബിൾ അല്ല കുഞ്ഞെ, ഇൻഡിവിസിബിൾ, മുറിക്കാൻ പറ്റൂലെന്ന്. ഇൻഡിവിസിബിൾ, ഡിവൈഡ്. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടെന്നാ അദ്ദേഹം ഈ പോയിന്റ് എടുത്തിട്ടുള്ളത്? ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഏതാ ഒരു എവിടെയെങ്കിലും കേട്ടായിട്ട് വല്ല ഓർമ്മയുണ്ടോ ഇത് കണക്ക് എന്തെങ്കിലും? അത് തന്നെയാണ് കാര്യം, അത് തന്നെയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ നിന്നാണ് ഈ പോയിന്റിലേക്ക് വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ലോസ് എല്ലാം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതാണ് കെമിസ്ട്രിയുടെ ബേസ്. അവിടെ നിന്നാണ് ബാക്കി എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത നാലാമത്തെ പോയിന്റ് കേട്ടോ. ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ആണ് ആറ്റം. അടുത്ത പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, and these atoms combined in a fixed ratio by mass to form compounds. അതായത് ഈ ആറ്റങ്ങൾ ഒരു ഫിക്സഡ് റേഷ്യോയിൽ കൂടി ചേർന്നാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്. ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? Atoms combined in a fixed proportion by mass. ഇത് ഒരു ലോയിൽ നിന്ന് തൂക്കിയതാ. എവിടെ നിന്ന് പറയാമോ? വെരി ഗുഡ് ഗൗരി, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. യു ആർ റൈറ്റ്. ഇനി അടുത്ത പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് ആർ ഐഡന്റിക്കൽ. നേരത്തെ ഭദ്ര പറഞ്ഞത് ഒരേ എലമെന്റിന്റെ ആറ്റങ്ങളെല്ലാം ഒരുപോലെയാണ്, ഐഡന്റിക്കൽ ആണ്. ആൻഡ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ ഡിഫറെന്റ് ഇൻ നേച്ചർ. ഇസ് ഇറ്റ് ക്ലിയർ? ഭദ്ര ഭദ്ര പറഞ്ഞ പോയിന്റ് നേരത്തെ, ശരിയല്ലേ? ഇനി അപ്പൊ എന്റെ ചോദ്യം ഭദ്രയാണ് അവസാനമായിട്ട് ചോദിക്കുകയാണ് ഞാൻ. ഭദ്ര, ഈ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും ശരിയാണോ? എന്തെങ്കിലും തെറ്റുണ്ടോ അതിനകത്ത്? അപ്പൊ ഏതൊക്കെയാണ് തെറ്റുകൾ? ഒന്ന് പറഞ്ഞു, ഏതൊക്കെയാണ് തെറ്റ്? ഒന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് പോയിന്റ് എന്താ? ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. ആണോ? ശരിയാണോ അത്? അല്ല കുഞ്ഞെ, ഞാൻ വീഡിയോ കാണണ്ടായി, ഞാൻ ഇപ്പൊ പറഞ്ഞ ആലോചിച്ച് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞു ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എവരി മാറ്റർ. ശരിയാണോ? ആറ്റമാണോ എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ പാർട്ടിക്കിൾ? അല്ല. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഓക്കെ, അപ്പൊ ഒന്ന്. രണ്ട്, an atom is indivisible. ആറ്റത്തെ മുറിക്കാൻ പറ്റില്ല. ശരിയോ തെറ്റോ? എന്താ കാര്യം? ആറ്റം നമുക്ക് മുറിച്ച് എന്ത് കിട്ടും? അത് നമുക്കറിയാം, ജോൺ ഡാൾട്ടൺ അറിഞ്ഞില്ലായിരുന്നു. സോ അത് തെറ്റാണ്. ശരി, പക്ഷെ ഒരെണ്ണം വളരെ കൃത്യമാണ്. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ ഡ്രോബാക്സ്, ഡീമെറിറ്റ്സ്, തെറ്റുകൾ. ഇനി ഒരു ശരിയുണ്ട്, കൃത്യമായ കൃത്യം ശരിയായിട്ടുള്ള സാധനമുണ്ട്. ഏതായിരിക്കും? നേരത്തെ പറഞ്ഞതാ, നേരത്തെ ഈ ഭദ്ര തന്നെ പറഞ്ഞതാ, ഇടയ്ക്ക് ശക്തമായി പറഞ്ഞ കാര്യം. Atoms can neither be created
ഉണ്ടാവും, അതും ശരിയാണ്. പിന്നെ ഒരു കാര്യം, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വിട്ടു, ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ശരിയല്ലേ? സത്യമല്ലേ? അപ്പൊ ഇത്രയുമാണ് ഡാൾട്ടന്റെ ആറ്റോമിക് തിയറിയും അതിന്റെ ഡ്രോബാക്സ്. ക്ലിയർ? ഇനി ഇത്രയും ഇരിക്കട്ടെ.